ഹായ് ഓൾ, ജിനൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റീഡിങ്ങിന്റെ കുറച്ച് സിനോണിംസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എക്സാം ഓറിയന്റഡ് സിനോണിംസ് ആയിരുന്നു. അതിന് താഴെ നല്ല റെസ്പോൺസ് ആണ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പാർട്ട് 2 വേണമെന്ന് ഒരുപാട് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വീണ്ടും മടിച്ചുകളെ ഈസി ആയിട്ട് സിനോണിംസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ റീഡിംഗ് സബ് ടെസ്റ്റിന്റെ പാർട്ട് എ ബി സിയിൽ എക്സാമിന് വരുന്ന സിനോണിംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം സിനോണിംസ് നിങ്ങൾക്ക് പഠിക്കാൻ മടിയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. വളരെ ഈസി ആയിട്ട് എങ്ങനെ ഇത് ഓർത്തിരിക്കാം, എങ്ങനെ ഇത് പഠിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എങ്ങനെ കേൾക്കാനായിട്ട് റെഡിയല്ലേ? ഈ ഒരു സെഷന്റെ പാർട്ട് 1 ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ അതിന്റെ പാർട്ട് 1 പിൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിന്റെ പാർട്ട് 1 പോയി കാണാം. ഓക്കെ അല്ലേ? വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. സോ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ക്രീനിൽ സ്പെല്ലിംഗ് സഹിതം മീനിങ് സഹിതം നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. നോക്കിക്കേ, ഒന്നാമത്തെ എന്താണ്? അബോളിഷ്. അബോളിഷ് ചില സ്റ്റുഡൻസിനൊക്കെ അറിയുമായിരിക്കും. ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ റീഡിങ്ങിൽ അവിടെ ഇവിടെയൊക്കെ അബോളിഷ് കാണാറുണ്ട്. പക്ഷെ ഇതിൻ്റെ മീനിങ് പലർക്കും അറിയത്തില്ല. അബോളിഷിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ABOLISH. അബോളിഷ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന്. അപ്പോൾ ഇല്ലാതാക്കുക എന്നുള്ളൊരു മീനിങ്ങിലേക്ക് നമുക്ക് എന്തിനൊക്കെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും? എൻഡ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ഗെറ്റ് റിഡ് ഓഫ്. ചിലർ പറയാറില്ലേ, ഐ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് സിറ്റുവേഷൻ, കണ്ടീഷൻ എന്നൊക്കെ പലരും പറയാറില്ല. എനിക്കൊന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ ഉള്ളൊരു അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഗെറ്റ് റിഡ് ഓഫ്, എൻഡ്, സ്റ്റോപ്പ് ഇതൊക്കെയാണ് അബോളിഷിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇല്ലാതാക്കുക. ഓക്കെയാണ്. അടുത്ത വാക്കാണ് ഇമ്മിനൻറ്റ്. ഇമ്മിനൻ്റ് എന്ന് പറഞ്ഞാൽ IMMINENT ആണ് ഇമ്മിനൻ്റ്. അത് പറഞ്ഞാൽ ഉടൻ സംഭവിക്കാവുന്ന. ഇപ്പം നമ്മൾ പറയില്ലേ, നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു ഡേഞ്ചർ സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇമ്മിനൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സിനോണിംസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നിയർ കൊടുക്കാം, ഓൺ ദ ഹൊറൈസൺ കൊടുക്കാം, അതുപോലെ തന്നെ ഓൺ ദ വേ. ഇതൊക്കെയാണ് ഇതിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടായേക്കാവുന്ന, പെട്ടെന്ന് സംഭവിക്കാവുന്ന എന്നുള്ളൊരു മീനിങ് ആണ് ഇമ്മിനൻ്റിനുള്ളത്. ഓക്കെ ആണോ? അടുത്തത് നോക്കൂ, നെയ്സയേഴ്സ് ആണ്. ഓക്കെ, നെയ്സയേഴ്സ് ഈ ഒരു വാക്ക് വളരെ പുതിയതായിരിക്കാം പലർക്കും. നെയ്സയേഴ്സ്, അപ്പം NAYSAYERS, നെയ്സയേഴ്സ്. അതായത് എപ്പോഴും എതിര് പറയുന്നത് അല്ലേ? നമ്മുടെ പലരുടെയും സ്വഭാവമാണ് എന്ത് പറഞ്ഞാലും എതിര് പറയും. അപ്പം എപ്പോഴും എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ എതിര് പറയുന്നവരെ നമ്മൾ പറയുന്ന വാക്കാണ് നെയ്സയേഴ്സ്. അതായത് ക്രിട്ടിക്സ് അല്ലെങ്കിൽ കംപ്ലൈനേഴ്സ്. അതായത് എപ്പോഴും ഒരു പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, എന്ത് പറഞ്ഞാലും അംഗീകരിക്കത്തൂല അല്ലേ? അപ്പം അങ്ങനെയുള്ളവരെ ക്രിട്ടിക്സ്, അതുപോലെ കംപ്ലൈനേഴ്സ് എന്നാണ് പറയുന്നത്. എപ്പോഴും എതിര് നിൽക്കുന്നവർ നെയ്സയേഴ്സ്. അപ്പം ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത് എവിടെയെന്ന് വെച്ചാൽ പാർട്ട് സിയിലാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മളിത് കാണപ്പെടുന്നത്. അപ്പം നൈസയേഴ്സ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. എപ്പോഴും എതിര് പറയുന്നവർ ക്രിട്ടിക്സ്, അതുപോലെ കംപ്ലൈനേഴ്സ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, സോ അടുത്ത വാക്കാണ് ഡെല്യൂഡ്. ഡെല്യൂഡ്, DELUDE, ഡെല്യൂഡ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വഞ്ചിക്കുക അല്ലെ ചതിക്കുക. അതായത് ട്രിക്ക് നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മളെ ചില ട്രിക്കൊക്കെ കാണിച്ച് പറ്റിച്ചിട്ട് പോകുന്നവരുണ്ടല്ലേ. അപ്പം ട്രിക്ക്, അതുപോലെ തന്നെ ഡിസീവ് എന്നൊക്കെയാണ് ഇതിൻ്റെ സിനോണിംസ് വരുന്നത്. ഇപ്പം ഡെല്യൂഡ്, ഓക്കെ, വഞ്ചിക്കുക അല്ലെങ്കിൽ ചതിക്കുക എന്നാണ് മീനിങ്. സിനോണിംസ് വരുന്നത് ഡിസീവ് അല്ലെങ്കിൽ ട്രിക്ക് എന്നാണ് കേട്ടോ. ഓൾറൈറ്റ്, ഇനി അടുത്ത് നോക്കൂ, റിപ്രോച്ച്. റിപ്രോച്ച് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റും കൂടുതൽ ഇങ്ങനത്തെ ആൾക്കാരാണ്, റിപ്രോച്ച് ചെയ്യുന്നവരാണ് അല്ലേ. റിപ്രോച്ച് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക. അതായത് ഡിസപ്രൂവൽ ചെയ്യുക അല്ലെങ്കിൽ ക്രിറ്റിസിസം പറയുന്നവർ നമ്മൾ പറയാറുണ്ട്. എപ്പോഴും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അല്ലേ? ഭയങ്കര ക്രിറ്റിസിസം ചെയ്യുന്നവരാണ്, അതായത് കുറ്റം പറയുന്നത്. അപ്പം ഡിസപ്രൂവൽ എന്നൊരു വാക്കിലേക്കും കൂടെ നമുക്ക്, ഒരു മീനിങ്ങിലേക്കും കൂടെ നമുക്ക് അതിനെ കണക്ട്. അപ്പം റിപ്രോച്ച്. അപ്പോൾ സ്പെല്ലിംഗ് ഇതിൻ്റെ REPROACH, റിപ്രോച്ച്. ഓക്കെ, ഇപ്പോൾ കുറ്റപ്പെടുത്തുക എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അടുത്തത് ഫോളി, FOLLY, ഫോളി. ഫോളി എന്ന് പറഞ്ഞാൽ അബദ്ധം. ഓക്കെ അല്ലേ? നമുക്ക് എപ്പോഴും ജീവിതത്തിൽ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഫോളി FOLLY, ഫോളി, അബദ്ധം. അപ്പോൾ ഇതിൻ്റെ സിനോണിംസ് നോക്കിയേ, സ്റ്റുപ്പിഡിറ്റി. നമ്മൾ പറയും എന്ത് സ്റ്റുപ്പിഡിറ്റിയാണ് നിങ്ങൾ കാണിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഫൂളിഷ്നെസ് അല്ലേ? എന്ത് മണ്ടത്തരാടോ ഇത് അല്ലേ? അപ്പം ഫൂളിഷ്നെസ്, സ്റ്റുപ്പിഡിറ്റി നമുക്ക് എങ്ങോട്ട് കണക്ട് ചെയ്യാം? ഫോളി, FOLLY, ഫോളി, അബദ്ധത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത്
സിന്തറ്റിക്. ഓക്കെ, സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടുള്ള എന്നൊരു മീനിങ് ആണ്. അതായത് ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ അല്ല, ആർട്ടിഫിഷ്യൽ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയത്, അതായത് ആർട്ടിഫിഷ്യൽ. അപ്പൊ ആരൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന? നമ്മൾ മനുഷ്യന്മാർ കൃത്രിമ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം മാൻമെയ്ഡ് തിങ്സ് അല്ലേ, അപ്പൊ അതിനൊക്കെ നമുക്ക് കൃത്രിമമായിട്ടുള്ള എന്നൊരു മീനിങ്ങിലോട്ട്, മാൻമെയ്ഡ്, ആർട്ടിഫിഷ്യൽ എന്നിലോട്ട് സിന്തറ്റിക്കിനെ നമുക്ക് കണക്ട് ചെയ്യാം. SYNTHETIC, സിന്തറ്റിക്, കൃത്രിമമായിട്ടുള്ള, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ്. ഓക്കെ ഓക്കെ ഇപ്പം ഇതുപോലെയുള്ള ഇപ്പം ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലുള്ള കുറേ സിനോണിംസിൻ്റെ ഒരു പാർട്ട് 1 ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് അതിൻ്റെ ലിങ്ക് വരും, നിങ്ങൾ അതിൽ കയറിയിട്ട് ഇതിൻ്റെ പാർട്ട് 1 കൂടെ കാണട്ടെ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിനോണിംസ് ആണ് ഇതിൻ്റെ പാർട്ട് 1 ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് കഴിയുമ്പം ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ലോഫ്റ്റി. ലോഫ്റ്റി എന്ന് പറഞ്ഞാൽ പൊക്കമുള്ള എന്നാണ് മീനിങ് കേട്ടോ. ലോഫ്റ്റി എന്ന് പറഞ്ഞാൽ പൊക്കമുള്ള, അതായത് ടോൾ ആയിട്ടുള്ള, ഹൈ ആയിട്ടുള്ള. ഓക്കെ, ടോൾ അല്ലെങ്കിൽ ഹൈ എന്നതിനെ നമുക്ക് ലോഫ്റ്റി ആയിട്ട് കണക്ട് ചെയ്യും. LOFTY, ലോഫ്റ്റി, പൊക്കമുള്ള, ടോൾ അല്ലെങ്കിൽ ഹൈ. അടുത്തത് ടെൻഡർ. ടെൻഡർ എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും എടുക്കാറ് അതിൻ്റെ മീനിങ് ഹാർഡ് അല്ലേ. ടെൻഡർനെസ് എന്നൊക്കെ പറയുമ്പോൾ ഹാർഡ് എന്നൊരു മീനിങ് എടുക്കുന്നുണ്ട്. ടെൻഡർ എന്ന് പറഞ്ഞാൽ മൃദുവായ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള, ജെന്റിലായിട്ട്. നമ്മൾ പറയത്തില്ലേ ബേബീസിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്, ജെന്റിലാണ്, അതായത് ടെൻഡർ ആണ്, അതായത് മൃദുവായിട്ടുള്ള. ഓക്കെ, TENDER, ടെൻഡർ, മൃദുവായ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അടുത്തത് കവേർട്ട്. കവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായിട്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ കൺവേർട്ട് എന്നൊക്കെ നമ്മൾ അവിടെ എന്നില്ല കേട്ടോ, കൺവേർട്ട് എന്നൊക്കെ ചിലപ്പോൾ വായിക്കാനുള്ള സാധ്യത. കവേർട്ടാണ്, COVERT, കവേർട്ട്, അതായത് രഹസ്യമായിട്ടുള്ള, രഹസ്യമായ എന്ന് പറയുമ്പോൾ നമുക്ക് സീക്രട്ട് അല്ലേ. നമ്മൾ ഓരോ സീക്രട്ട് കാര്യമുണ്ട്, അല്ലെങ്കിൽ ഹിഡൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഹിഡൻ ആക്കി വെച്ചിട്ടുള്ള സീക്രട്ട് ആണ് എന്നൊക്കെ നമ്മൾ പറയാം. അപ്പം അതിന് കവേർട്ട്. അപ്പം നമുക്ക് OET റീഡിങ്ങിൽ കവേർട്ട് എന്ന് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹിഡൻ അല്ലെങ്കിൽ സീക്രട്ട്, അതായത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ രഹസ്യം എന്നുള്ള ഒരു മീനിങ് ആണ് കവേർട്ട് എന്നുള്ള വേർഡ്. ഓക്കെ, അടുത്ത് കേർബ്. CURB, കേർബ്. കേർബ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്രാബ് എന്നൊക്കെ വായിക്കാനുള്ള സാധ്യതയുണ്ട്. കേർഡ് എന്നൊക്കെ, കേർബ് എന്നാണ്, CURB ആണ് കേട്ടോ. അതായത് നിയന്ത്രിക്കുക. അപ്പൊ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? കൺട്രോൾ ചെയ്യുക അല്ലേ. നമ്മൾ ട്രാഫിക് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയും. അതുപോലെ റെസ്ട്രിക്ട് ചെയ്യുക അല്ലേ. നമ്മുടെ പല എൻട്രി റെസ്ട്രിക്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ട്രാഫിക് കൺട്രോൾ. അതായത് എന്താണ്? നിയന്ത്രിക്കുക എന്നുള്ളൊരു മീനിങ്. അപ്പം റെസ്ട്രിക്ട് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നാണ് കേർബിന്റെ മീനിങ്, അതായത് നിയന്ത്രിക്കുക. ഓക്കെ, അടുത്തതാണ് ട്രിവിയൽ. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ നിസ്സാരം. ഓക്കെ, ട്രിവിയൽ, TRIVIAL, ട്രിവിയൽ. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ നിസ്സാരം. ഓക്കെ, നിസ്സാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയില്ലേ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല, അതായത് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അൺഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് മാറ്റർ എന്നൊക്കെ, പക്ഷേ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇൻസിഗ്നിഫിക്കൻ്റ്, അൺഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ എന്ത് വരും? ഇമ്പോർട്ടൻറ്റും സിഗ്നിഫിക്കൻറ്റും വരും അല്ലേ. അപ്പം ഇതിൻ്റെ തിരിഞ്ഞു വരുമ്പം ട്രിവിയൽ, നിസ്സാരമായിട്ടുള്ള, അപ്പം ഇൻസിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ്, നിസ്സാരം എന്നുള്ളതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അടുത്തത് ബയാസ്ഡ്. ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ ഒരാളുടെ ഭാഗത്ത് മാത്രം നിൽക്കുക, അതായത് പക്ഷാപാതം കാണിക്കുക എന്ന് പറയാറുണ്ട് അല്ലേ. അതായത് പാർഷ്വാലിറ്റി കാണിച്ചു. അപ്പോൾ ഒരു ഡിസിഷൻ എടുത്തപ്പം പാർഷ്വാലിറ്റി കാണിച്ചു, എൻ്റെ ഭാഗത്ത് നിൽക്കേണ്ടതായിരുന്നു, നിന്നില്ല. അതായത് പക്ഷാപാതം കാണിച്ചു എന്നുള്ളൊരു മീനിങ്. അതാണ് ബയാസ്ഡ് എന്ന് പറയുന്നത്. അൺഫെയർ, നമ്മൾ പറയില്ല ആ ഡിസിഷൻ ഒരിക്കലും ഫെയർ അല്ല, ഇറ്റ് ഈസ് അൺഫെയർ. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഡിസിഷൻ എടുത്തു എന്ന് പറയാം. അപ്പം ഇറ്റ്സ് അൺഫെയർ നമ്മൾ പറയാറുണ്ട്. അപ്പം അതുപോലെ തന്നെ പാർഷ്യാലിറ്റി, പാർഷ്യൽ എന്ന് കാണിക്കാൻ. അപ്പം ഇതാണ് ബയാസ്ഡിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2 സിനോണിംസ്. അപ്പൊ നമുക്ക് ഈ ബയാസ്ഡ് പഠിക്കുന്നതിൻ്റെ കൂടെ അൺബയാസ്ഡും കൂടെ ഓർത്തിരിക്കുന്ന നല്ലതാണ്. അപ്പൊ നമ്മൾ പറയില്ലേ കോടതി വിധി എപ്പോഴും എന്താണ്? നിഷ്പക്ഷമായിരിക്കും. അതായത് ഒരാളുടെ സൈഡ് മാത്രമല്ല, 2 സൈഡും കേട്ടിട്ട് ഒരു ജഡ്ജ്മെന്റ്, അത് പ്രോപ്പർ ജഡ്ജ്മെന്റ് ആയിരിക്കും കോടതി എടുക്കുന്നത്. അപ്പം അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഭാഗത്ത് മാത്രം നിൽക്കാതെ, നമ്മൾ പറയത്തില്ല നേരോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ, അതിന് നമ്മൾ അൺബയാസ്ഡ് എന്നൊരു മീനിങ് അതിന്റെ ഓപ്പോസിറ്റ് കേട്ടോ. ബയാസ്ഡ് എന്ന് പറയുമ്പോൾ അൺഫെയർ ആണെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യം അൺബയാസ്ഡ് ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത് നമുക്ക് എക്സ്റ്റെൻസീവ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ടുള്ള, അതായത് നമ്മൾ പടർന്നു പിടിക്കുന്നത്, ബ്രോഡായിട്ടുള്ള, വൈഡ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ വ്യാപകമായ. അപ്പൊ അത് ബ്രോഡ്, വൈഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ പറയാറുണ്ടല്ലേ വൈഡ് സ്പ്രെഡ് ആയി എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, ബ്രോഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വൈഡ് എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, വ്യാപകമായ. ക്ലിയർ. അടുത്തത് ഇതുപോലെ നിങ്ങൾ ആരും കേൾക്കാത്തൊരു വാക്കാണ് അമീലിയറേറ്റ്. ഓക്കെ, അമീലിയറേറ്റ്, AMELIORATE
ORAT, അമീലിയറേറ്റ് എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തുക. ഓക്കെ, മെച്ചപ്പെടുത്തുക എന്നാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയാറുണ്ട്, സ്പീക്കിംഗ് കഴിയും പറയാം, കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുണ്ട്, അതായത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് നിങ്ങളുടെ, അല്ല, റീഡിങ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യണം, ലിസണിങ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറയാണ്. എൻഹാൻസ് ചെയ്യുക. ഓക്കെ, എൻഹാൻസ്. അപ്പം എൻഹാൻസും ഇമ്പ്രൂവ് ആണ്, മെച്ചപ്പെടുത്തുക അമീലിയറേറ്റിന്റെ മറ്റ് സിനോണിംസ്. ഓക്കെ, ഇമ്പ്രൂവ് ആൻഡ് എൻഹാൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട്? എല്ലാവർക്കും സിനോണിംസ് ഒക്കെ മനസ്സിലായോ? സോ ഇതുപോലെ വളരെ ഈസി ആയിട്ടായിരിക്കും നമ്മൾ സിനോണിംസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുക. എക്സാമിന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ച് മാർക്ക് സേവ് ചെയ്യാനായിട്ട് ഇത് പഠിച്ചു വെച്ചാനായിട്ട് പറ്റും. അപ്പോൾ ഫോളോ ഫോർ മോർ. Gino's Academy. Fly with your dreams.